കാടും സർപ്പവും തമ്മിലുള്ള റിലേഷനാണ്. നല്ല കോൺസെപ്റ്റ് ആയിരുന്നു, നല്ല സ്റ്റോറി ലൈൻ, വോയിസ് ഓവർ സൂപ്പർ. കാവിന്റെ വള്ളികളും കാതലും ചില്ലകളും കാലമടർത്തിയെടുത്തു. പാമ്പിന്റെ ആ ഒരു ഫുൾ ലൈഫിന്റെ ഒരു ജേർണി, ആ കാവും അതെല്ലാം ഇപ്പോഴത്തെ ആ ഒരു ലൈഫ് വരെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കും. സൂപ്പർ അമ്മയും മകളും. ഇന്നും നമ്മൾ പെർഫോമൻസ് റൗണ്ടിൽ ഒരു ഗംഭീര പെർഫോമൻസ് കാണാൻ പോവാണ്. സോ ലെറ്റ്സ് വെൽക്കം സന്ധ്യ ആൻഡ് വൈഗ. ഓക്കേ, സോ ഇവരും ദാ ഒരു വേഷത്തിൽ തന്നെ ഒരു പ്രത്യേകതയുള്ള ഒരു പെർഫോമൻസുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സോ എന്താണ് നിങ്ങളുടെ ഈ സെമി ഫൈനൽ റൗണ്ടിലെ പെർഫോമൻസ് റൗണ്ടിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഞങ്ങള് കാടും സർപ്പവും തമ്മിലുള്ള റിലേഷനാണ്. ആദ്യം കാടും സർപ്പവും ഭയങ്കര പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്, സംരക്ഷിക്കുന്നതാണ്. ഒരു ഘട്ടത്തിൽ കാട് നശിച്ചു പോകുന്നതാണ്. അപ്പം സർപ്പം അനാദിയായിട്ട് നാട്ടിലോട്ട് ഇറങ്ങുന്നതാണ്. അതാണ് തീം. ഓക്കെ, വേറെ അങ്ങനെ സെമി ഫൈനൽ ആയതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം അത് ഇത് അങ്ങനെ ഒരുപാട് ചിന്തകളൊന്നും ഞങ്ങൾ അവിടെ പ്രാക്ടീസിൽ 2 ദിവസമേ പോയിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പം മാസ്റ്റർ ഇങ്ങനെ ഒരു സജഷൻ നാഗത്തിന്റെ ചെയ്യാം. എനിക്കൊരു പേടിയുണ്ടായി. അപ്പം ഞങ്ങൾ 2 വ്രതത്തിലാണ് ഈ ഒരു ചെയ്തത്. അപ്പം എല്ലാം ഭംഗിയായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെസ്. അപ്പൊ വൈഗക്കുട്ടി എല്ലാം സെറ്റ് അല്ലേ? സെറ്റാണ്. നല്ല, അതായത് ഒരു ഈ വേഷത്തിൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഒരു പ്രതീക്ഷ ഉണരുകയാണ്. അപ്പൊ 2 പേരും ഗംഭീരമായിട്ട് ചെയ്യൂ. ഓൾ ദ വെരി ബെസ്റ്റ്. ശ്വേതാജി റെഡി അല്ലേ? ടോട്ടലി റെഡി. സൂപ്പർ. സൂപ്പർ അമ്മയും മകളും. ഒരിക്കൽ കാവും സർപ്പവും ഒന്നായിരുന്നു. സർപ്പം കാവിനെയും കാവ് സർപ്പത്തെയും സ്നേഹിച്ചു, പരസ്പരം സംരക്ഷിച്ചു. തളിരിട്ടു നിന്ന കാവിന്റെ വള്ളികളും കാതലും ചില്ലകളും കാലമടർത്തിയെടുത്തു. കാവില്ലാതെ സർപ്പം അനാഥയാണ്.
തളിർത്തു നിന്ന ഭൂമി കാവിനും ചുറ്റിപ്പിണഞ്ഞു നിന്ന ചില്ലകൾ സർപ്പത്തിനും നഷ്ടമായി. പരസ്പരമില്ലാതെയാവുന്ന വേദനയിൽ ജലമില്ലാത്ത ചില്ലകളിൽ അവസാനമായി ഒന്നു തഴുകി മറ്റൊരിടം തേടി സർപ്പം യാത്രയായി. സർപ്പഗതി. ക്ലൈമാക്സ് പൊളിച്ചു. എനിക്ക് ക്ലൈമാക്സ് ഭയങ്കര പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു. വൈഗ അവിടെ ഇങ്ങനെ വന്ന് വൈക ശ്വാസനെ കാണാനാ വന്നത്. മറ്റേ ഈ ഇതുപോലെ അല്ലേ? ഓ അത് ശരി. എന്തായാലും എനിക്ക് അത് ഭയങ്കര ഒരു സർപ്രൈസിങ് എലമെന്റ് ആയിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആൻഡ് മേക്കപ്പ് അത് ഞാൻ എടുത്തു പറയാണ്. ശരിക്കും അടുത്ത് വരുമ്പോഴാണ് ആ ഡീറ്റെയിലിംഗ് മനസ്സിലാവുന്നത്. ശരിക്കും ഒരു പാമ്പിന്റെ പോലെ. മേക്കപ്പ് ആർട്ടിസ്റ്റിന് എന്തായാലും നല്ലൊരു കയ്യടി. ആ കണ്ണൊന്ന് അടച്ച് ഒന്ന് സൂം ചെയ്തറിയാം കൃത്യമായിട്ട് ആ പാമ്പിന്റെ. ഇനിയിപ്പോ നാവൊന്ന് ഇട്ടിക്ക്. ശരിക്കും ആ ഡീറ്റെയിലിംഗ് വളരെ ഗംഭീരമായിട്ട് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ്. വലിയൊരു കൈയടി അദ്ദേഹത്തിന് നമ്മൾ നൽകുകയാണ്. ആൻഡ് ശ്വേതാജി, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു പെർഫോമൻസ്? ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല കോൺസെപ്റ്റ് ആയിരുന്നു. നല്ല സ്റ്റോറി ലൈൻ, വോയിസ് ഓവർ സൂപ്പർ. റിലേറ്റ് ചെയ്യാൻ പറ്റും. മുപ്പര് പറഞ്ഞ വാക്കുകളൊന്നും അങ്ങനെയൊന്നുമല്ല, ഭയങ്കര റിലേറ്റബിൾ ആണ്. ആ ഒരു നമ്മുടെ പാമ്പിന്റെ ആ ഒരു ഫുൾ ലൈഫിന്റെ ഒരു ജേർണി, പണ്ട് ഉണ്ടായിരുന്നത് ആ കാവും അതെല്ലാം ഇപ്പൊ പോയി ഇപ്പോഴത്തെ ഒരു ആ ഒരു ലൈഫ് വരെ നിങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോഴെല്ലാവരും ഈ ബിൽഡിങ്സും അതൊക്കെ ഉണ്ടാക്കി. സത്യം പറയാണ്, എല്ലാ മതത്തിലും നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഭൂമി പൂജം ചെയ്യില്ലേ? അതിന്റെ അതൊക്കെ അതിന്റെ നമ്മൾ പറയില്ലേ, നമ്മൾ ഉറുമ്പ് തൊട്ടിട്ട് പാമ്പ് എല്ലാരെയും നമ്മൾ പൂജിച്ച് നമിച്ച് നമ്മളോട് അവരോട് അനുവാദം വാങ്ങണം. ഇങ്ങനെ ഉണ്ടാക്കാൻ പോവാണ്, ഒന്ന് നിങ്ങളുടെ അനുഗ്രഹം വേണം, ഓ നിങ്ങളൊന്ന് മാറി തരുമോ എന്നാണ്. അതാണ് കറക്റ്റ്. അത് ബ്യൂട്ടിഫുള്ളി സന്ധ്യ നല്ല റിസ്ക് എടുത്തിട്ട് ഒന്നും എനിക്ക് തോന്നിയില്ല നിങ്ങളുടെ ഒരു ഫോട്ടോ. പക്ഷെ എനിക്ക് മ്യൂസിക് സൂപ്പർ മ്യൂസിക് തീരെ പ്രതീക്ഷിക്കാതെ. യൂഷ്വലി നിങ്ങളെല്ലാം ഭയങ്കര ഇന്ത്യൻ ക്ലാസിക്കലും അതൊക്കെ ചെയ്യുന്നതാണ്. നല്ല കോൺസെപ്റ്റ് ആയിരുന്നു. നന്നായി നിങ്ങൾ ഡാൻസ് ചെയ്തു. സെമി ഫൈനലിൽ ഇതാണോന്ന് വിൽ സീ. ഇസ് ദാറ്റ് ഗുഡ് ഓർ നോട്ട്? ഐൽ സീ. ബട്ട് ആൻഡ് ദാറ്റ്സ് ആ സ്റ്റാർട്ട് ചെയ്തത് അത് ഒരു കിക്ക് സ്റ്റാർട്ട് ആയിരുന്നു. അതായത് മറവിൽ നിന്ന് വൈകി ഇങ്ങനെ വന്നുള്ള ഒരു പാമ്പിന്റെ ഒരു എക്സ്പ്രഷൻ, ബോഡി വേവ്സും അതൊക്കെ. അതെ, കൊറിയോഗ്രാഫി നല്ലതാണ്. നിങ്ങൾ നന്നായി ഡാൻസ് ചെയ്തു. നിങ്ങളുടെ എക്സ്പ്രഷൻസ്, മേക്കപ്പ്, കോസ്റ്റ്യൂം, നമ്മുടെ ഇതൊക്കെ ഇപ്പോഴും തന്നെ കാണുമ്പോൾ ആ ഒരു ഫീലിൽ തന്നെയാണ് നിൽക്കുന്നത്. സെമി ഫൈനൽ ആയതുകൊണ്ട് എല്ലാം കുറച്ച് സസ്പെൻസിലാണ് ഞാൻ വിടുന്നത്. അതുകൊണ്ടാണ്. എല്ലാം ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. വിഷ്വലി നല്ലൊരു ട്രീറ്റ് തന്നെയായിരിക്കും ഓഡിയൻസിന്. വോയിസ് ഓവർ സത്യം പറയാം, ഭയങ്കര ക്ലിയർ സ്റ്റോറിയാണ്. ആര് കണ്ടാലും അവർക്ക് മനസ്സിലാവും. അവർക്ക് അവരുടേതായ പാമ്പുകൾ ഇന്ന് അനുഭവിക്കുന്ന ആ ഒരു ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. ആൻഡ് വൈകക്കുട്ടി സൂപ്പറായി ചെയ്തു. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പെർഫോമൻസ് റൗണ്ടിന് ഹിഡൻ മാർക്സ് ആണ് ശ്വേതാജി തരാൻ പോകുന്നത്. ആൻഡ് നല്ലൊരു പെർഫോമൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു മാർക്ക് തന്നെയായിരിക്കും നിങ്ങളെ തേടി എത്തുന്നത്. എല്ലാം ഒരു സസ്പെൻസ് ആണല്ലോ. സെമി ഫൈനൽ മുതൽ ഫൈനൽ വരെ ഇനി എല്ലാം ഒരു നിഗൂഢത നിറഞ്ഞ ദിവസങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ എല്ലാം നേരിടാൻ തയ്യാറായിട്ട് മുന്നോട്ട് പോവാം. സൂപ്പർ അമ്മയും മകളും.